നമസ്കാരം, ഞാൻ ഡോക്ടർ അമ്പലി ശ്രീനിവാസ്. വേനൽക്കാലമാണ്, ചൂടാണ്, സൂര്യാഘാതമേൽക്കും. അതിൻ്റെ ലക്ഷണങ്ങളും പരിഹാരങ്ങളുമാണ് ഇന്നത്തെ ഹെൽത്ത് ആൻഡ് ഗ്ലോയിലുള്ള ടിപ്പ്. ആരോഗ്യ പ്രശ്നങ്ങൾ അനേകം ഉണ്ടാകുന്ന ഒരു കാലാവസ്ഥയാണ് വേനൽക്കാലം. ചൂട് കൂടുതലാണ് ഓരോ വർഷം കൂടുന്തോറും. സൂര്യാഘാതം ഏൽക്കാൻ സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ട് ചില മുൻകരുതലുകൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. വെയിലത്തിറങ്ങുന്നവർ ആവശ്യമായ സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. ചൂടിനെ നേരിടാൻ അയഞ്ഞ, കട്ടി കുറഞ്ഞ, ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് സൂപ്പറാണ്. ദിവസവും 2 തവണ സാധിക്കുമെങ്കിൽ കുളിക്കുന്നത് ശരീര ഊഷ്മാവ് കുറയ്ക്കാൻ നല്ലതാണ്. ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആവശ്യത്തിന് വെള്ളം കുടിക്കുക. ഡീഹൈഡ്രേഷൻ വരാതെ ശ്രദ്ധിക്കണം. സൂര്യാഘാതം ഏൽക്കുന്നതും എങ്ങനെയാണെന്നും ലക്ഷണങ്ങളും പറയാം. വളരെ ഉയർന്ന ശരീര താപനില, വേഗത്തിലുള്ള ഹൃദയമിടിപ്പ്, വറ്റി വരണ്ട ചുവന്ന ചർമ്മം, ശക്തമായ തലവേദന, തലകറക്കം, ഓക്കാനം, ബോധക്ഷയം, അപസ്മാരം. വേനൽക്കാലത്ത് അമിതമായ വെയിൽ കൊള്ളുമ്പോൾ അൾട്രാവയലറ്റ് റേസ് നേരെ നമ്മുടെ ശരീരത്തിൽ പതിക്കുന്നത് അപകടമാണ്. ടാനിങ് സംഭവിക്കുമ്പോൾ ചർമ്മം കേടാകുന്നു എന്നതാണ് സത്യം. ഒന്നിലധികം തവണ സൂര്യാഘാതം ഏൽക്കുന്നവരിൽ ക്യാൻസർ ഉണ്ടാകുമെന്ന് പഠനങ്ങൾ പറയുന്നു. അൾട്രാവയലറ്റ് റേസ് നീളമുള്ളതും ചർമ്മത്തിൽ ആഴത്തിൽ തുളച്ചു കയറുന്നതുമാണ്. നമ്മുടെ ചർമ്മത്തിൽ മെലാനിൻ അടങ്ങിയിട്ടുണ്ട്. ഇത് ശരീരത്തിൻ്റെ സ്വാഭാവിക സൺസ്ക്രീനായി കണക്കാക്കാം. സൂര്യനിൽ നിന്നുള്ള വികിരണങ്ങൾ ഏറ്റ് ശരീരകോശങ്ങൾ ക്രമാതീതമായി നശിക്കുന്ന പ്രതിഭാസമാണ് സൂര്യാഘാതം. സൂര്യാഘാതം ഏറ്റാൽ ശരീരം തണുപ്പിക്കുകയാണ് പ്രാഥമിക ചികിത്സയിൽ മുഖ്യം. തണലുള്ള സ്ഥലത്ത് ഇരിക്കുകയും തണുത്ത വെള്ളം കൊണ്ട് ദേഹമാസകലം തുടയ്ക്കുകയും വേണം. ഐസ് കക്ഷത്തിലും തുടയിടുക്കിലും വെക്കുന്നത് താപനഷ്ടം കൂട്ടാൻ ഉപകരിക്കും. ശേഷം വൈദ്യസഹായം തേടുക. പ്രതിരോധിക്കാനായി ദിവസവും 2 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം. ബിയർ, മദ്യം, കൃത്രിമ ശീതളപാനീയങ്ങൾ തുടങ്ങിയവ ഒഴിവാക്കാം. പഴങ്ങളും പച്ചക്കറികളും ആഹാരത്തിന്റെ ഭാഗമാക്കി മാറ്റുക. വെയിലത്ത് കുട ഉപയോഗിക്കുക. സൂര്യാഘാതത്തെ പ്രതിരോധിക്കേണ്ട രീതികളും മുൻകരുതലുകളുമാണ് ഇന്നത്തെ ഹെൽത്ത് ആൻഡ് ഗ്ലോയിൽ. വീണ്ടും മറ്റൊരു ടിപ്പുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.